people. You guys are alive. I am also alive. I Marakel Chammal, but I am trying my best. And Kandamragam Totuboy the Tolikati. My Tolikati is better than that Tolikati. I am very much Tolikati guys. You, my God. ബ്യൂട്ടിഫുൾ പീപ്പിളിന് 3 മാസത്തെ സസ്പെൻഷൻ കിട്ടി. ശിവനെ ഒരു ഒന്നൊന്നര പരിപാടിയായിപ്പോയി. അതെനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്താണെന്നറിയാമോ? എല്ലാ വാർത്താ ചാനലുകാരും മത്സരിച്ച് ഇതങ്ങോട്ട് അടിച്ചിട്ടുണ്ട്. എല്ലാവരും ഇട്ടിട്ടുണ്ട്, ആരും ഇട്ടിട്ടില്ല. മാതൃഭൂമി, മനോരമ, എല്ലാവരും ഇവളെല്ലാവരും എടുത്ത് വെച്ച് ഊക്കലൊക്കെയല്ലേ ചെയ്യുന്നത്. വാർത്തകൾ വരണം എന്നുണ്ടെങ്കിൽ അതിന് ആധികാരികത ഉണ്ടാകും, പ്രത്യേകിച്ച് ചാനലുകളിൽ. ഇപ്പം ഈ യൂട്യൂബേഴ്സ് പറയുന്നത് പോലെയല്ല. യൂട്യൂബേഴ്സിന് അത്യാവശ്യം ഫേക്ക് പറഞ്ഞാലും പ്രോബ്ലം ഒന്നും വരത്തില്ല. പക്ഷെ ചാനൽ അധികാരികൾ വല്ലതും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോബ്ലം. അവർക്കെതിരെ കേസ് വരും എന്നുള്ള ഒരു ബോധ്യം അവർക്കുള്ളത് കൊണ്ട് കൃത്യമായിട്ട് എവിഡൻസ് ഇല്ലാതെ പറയത്തില്ല. ഇനി അഥവാ എന്തെങ്കിലും ഒരു പോക്കർത്തരം പറഞ്ഞാലും മലൻ ടി വിയെ പറയുള്ളൂ, അതിനൊരു ചാനലായിട്ട് പോലും ഞാൻ പരിഗണിക്കുന്നില്ല. പക്ഷേ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കുക. നിങ്ങളുടെ ഒരു എന്താ പറയുക, നിങ്ങളുടെ ഒരു അഭിമാനത്തിന് ക്ഷതമേക്കുന്ന തരത്തിൽ അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിനെപ്പറ്റി ഒരു വീട്ടുവിചാരത്തോടു കൂടി ഒരു ക്വസ്റ്റ്യനിങ് ഒക്കെ നടത്താം. ഇതവർ പറഞ്ഞത് സത്യമല്ലേ? പാതിരാത്രി കള്ളും കുടിച്ച് പെണത്ത് നടു റോട്ടിൽ വണ്ടിയിട്ട് വേറെന്തരാ കുത്തിക്കയറ്റുന്ന സമയത്താണ് പോലീസ് വന്ന് എന്നെ തൂക്കിയത്. ആണോ ഇല്ലേനോ? ആണല്ലോ. ഡി എന്നാ പിന്നെ നീ ഒരു 50 പൈസയ്ക്ക് അങ്ങ് അടങ്ങടി. എന്തിനു നീ ഇങ്ങനെ നടന്ന് തിളങ്ങണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പീപ്പിൾ ഐ ഹാവ് നോ തൊലിക്കട്ടി. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ വേറൊരെണ്ണം വരും, വേറൊരു നാറ്റക്കേസുണ്ട്. അത് KUNN ടീമാണ്, ഒന്നും പറയാൻ പാടില്ല. എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ അന്നേ പ്രാഗിയില്ല, ഞാൻ അന്ന് പ്രാവിയത് കൊണ്ട് ഫലിച്ചത് കണ്ടില്ല, അന്ന് തെറി വിളിച്ചത് കൊണ്ട് ഞാൻ തിരിച്ച് കിട്ടിയില്ലേ എന്ന്. പ്ലാസ്റ്റിക് സർജറിയും സിലിക്കോൺ സർജറിയും ഒക്കെ നടത്തിയത് പറഞ്ഞ് നാട്ടുകാരെ പൂമ്പി വലിപ്പിച്ചപ്പം ഈ പെങ്കൊച്ച് അതിനെതിരെ സംസാരിച്ചു. ആളുകൾ തിരുപ്പൂല റേഷ്യോ കൂടിയ തെറി കേൾക്കാൻ വേണ്ടിയിട്ട്, തെറിയാണല്ലോ വിളിക്കുന്നത്, തെറി കേൾക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. നമുക്കൊന്നത് അത്ര പ്രാപ്തമുള്ള ഭാഗമല്ല. ഐ മീൻ എല്ലാവരും ഒന്നും തെറി വിളിക്കത്തില്ല. അപ്പോൾ തെറി വിളിക്കുന്നവരെ കാണാൻ വേണ്ടി ഓടി അങ്ങോട്ട് ചെന്ന് അപ്പോൾ വിചാരിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, എന്നത്തെ കൂട്ടി വിളിക്കാമെന്ന് പറഞ്ഞ് നിരന്തരം അത് തന്നെ വിളിയായിരുന്നു ധന്യയുടെ പരിപാടി. അപ്പോൾ അതിൻ്റെ ഒരു ബദൽ പരിപാടിയായിട്ട് അവളുടെ പ്രാക്ക് വലിച്ചു എന്നാണ് പറയുന്നത്. ഇത് പ്രാക്ക് വലിച്ചൊന്നുമല്ല, തുള്ളി കുതിച്ച് നടന്നതാണ്. എല്ലാവർക്കെതിരെയും ഭയങ്കരമായിട്ട് റിയാക്ഷൻ വീഡിയോ ഇടും. ഐ ആം ദ വെരി മച്ച് ബ്യൂട്ടിഫുൾ പീപ്പിൾ ആൻഡ് ഐ ആം ദ പെർഫെക്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നവളാണ് കള്ളു കുടിച്ചിന്ന് പൊതുസമൂഹത്തിന് അങ്ങോട്ട് മനസ്സിലായി. ഇനി ഇവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാനിത്തിരി ബ്ലർ ചെയ്തേ കാണിക്കുകയുള്ളൂ, കാരണം ഇവക്കൊക്കെ ഒരു ഞാനൊന്നും പറയില്ല, കാണാം. പോയി ഗായ്സ്, പോയി, എന്റെ ലൈസൻസ് പോയി. അങ്ങനെ 3 മാസത്തേക്ക് എന്റെ ലൈസൻസ് അങ്ങോട്ട് സസ്പെൻഡഡ് ആയിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾ ഈ ന്യൂസ് ദയവ് ചെയ്ത് ഇതിന്റെ താഴത്ത് റിപ്പോർട്ടർ ചാനലിനെയും മനോരമനെയും ആർജും എല്ലാരും മെൻഷൻ ചെയ്യണം കേട്ടോ. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ സങ്കടമുള്ള ഏതെങ്കിലും ട്യൂൺ ഇട്ട് ഞാൻ കരയുന്ന പോലെയുള്ള AI ഒക്കെ ആക്കിയിട്ട് അത് ഇടണം. കാരണം നിങ്ങളുടെ കഴിഞ്ഞ പ്രൊമോഷൻ നല്ല പോലെ എനിക്ക് ഒരുപാട് ബ്രാൻഡുകൾ എന്നെ കൊളാബറേഷന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഹെല്ലോസ് പാർട്ടി ഇട്ട വീഡിയോ ആണ് ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഹെല്ലോസ് പാർട്ടിയുടെ ലൈസൻസ് സസ്പെൻഡ് ആയി എന്നാണ് ഇപ്പോ ന്യൂസ് കിട്ടിയിട്ടുള്ളത്. അരുൺ, എന്താണ് പറയാനുള്ളത് അരുൺ? അങ്ങനെ കേട്ടണം കേട്ടാ. അയ്യോ, പോയി ഗൈസ്, എന്റെ ലൈസൻസ് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ആരും നിങ്ങൾ മദ്യപിക്കേണ്ടതൊന്നും ഞാൻ പറയില്ല, മദ്യപിച്ചോളൂ. മദ്യപിച്ച് വാഹനം ഓടിച്ച് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 4 ആൾ അറിയുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈസൻസ് പോയിരിക്കും. എന്റത് പോയി. ഇഡ്രാ ആസാഡ് BJP ഇഡ്രാ. അപ്പൊ ന്യൂസിന് എല്ലാരും മെൻഷൻ ചെയ്യണം കേട്ടോ. ഏതായാലും കൊള്ളാം, നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ഒരു കാര്യം വരാനുള്ള റീസൺ എന്താണെന്നറിയാമോ? ചലഞ്ചിങ്. നമ്മളെ സഞ്ജു ടെക്കിയുടെ ഫീമെയിൽ വേർഷനാണ് ഈ പെണ്ണ്. സഞ്ജു ടെക്കി ഇങ്ങനെയല്ലായിരുന്നോ? സിസ്റ്റത്തിനെ ചലഞ്ച് ചെയ്യും. നമ്മൾ ഇങ്ങനെ ഒരു ഇതായിട്ടിരിക്കുമ്പോൾ, അതായത് സബ്സ്ക്രിപ്ഷനൊക്കെ കൂടി ഇത്രയും പേരൊക്കെ നമ്മളെ കാണുകയും നമ്മളൊരു സെലിബ്രിറ്റി മോഡിലിരിക്കുമ്പോൾ, ഇൻഫ്ലുവൻസർ എന്ന് പറയത്തില്ല ഞാൻ, അതൊരു ബാഡ് ഇൻഫ്ലുവൻസറാണ് അവള്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട ചില മാനദണ്ഡങ്ങളുണ്ട്, അതായത് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് പരിഗണിക്കാതെ ഇരുന്നുകൊണ്ട് ഓരോ വേലകൾ കാണിച്ചതിൻ്റെ ഒരു ഫലമാണ് 3 മാസം സസ്പെൻഷൻ കിട്ടിയതും. കിട്ടിയാൽ തന്നെ, ഇനിയിപ്പോൾ അത് കിട്ടിയാൽ തന്നെ മിക്കവാറും ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധനമാണ്, അത് വലിയൊരു വിഷയമൊന്നുമല്ല. ആ കേസിൽ ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ക്യാൻസലേഷൻ അവർ ചെയ്തു തരും.
3 മാസം കഴിഞ്ഞാൽ വീണ്ടും റീ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 100% നമുക്കത് കിട്ടും. പിന്നെ ഒരു ക്ലാസ്സോ മറ്റോ അറ്റൻഡ് ചെയ്യേണ്ടി വരുമെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമൊന്നുമുള്ള കാര്യമല്ല, മാറ്റും. കാരണം നമുക്ക് അവയർനെസ് തരാനാണ്. മദ്യപിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ല. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ വണ്ടി മറ്റൊരാൾക്ക് പെട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. നമ്മളല്ല, നമുക്കും ബുദ്ധിമുട്ട്, അവർക്കും ബുദ്ധിമുട്ട്. അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നമ്മുടെ ബോഡി വീക്കാകും. ബിക്കോസ് നമ്മൾ കഴിക്കുന്നത് ഒരു പ്രത്യേകതരം സാധനമാണ്. അത് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് നമ്മൾ വിചാരിക്കുന്നിടത്തേക്ക് നമ്മുടെ കൈകാലുകൾ സ്പെസിഫിക്കലി വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഇതൊക്കെ ഒരു ടൈം പാസിനൊക്കെ വല്ല ഹോട്ടലിലോ അല്ലെങ്കിൽ വീട്ടിലോ ഒക്കെ രഹസ്യമായിട്ടൊക്കെ വെച്ച് കഴിക്കേണ്ട കാര്യമാണ്. അല്ലാതെ ബോധം പോകുന്ന തരത്തിലുള്ള ഇതുപോലുള്ള ബോധകൾ കഴിക്കുന്നത് ശരിയല്ല എന്നുള്ള കുറേ അഡ്വൈസൊക്കെ ആയിരിക്കും വരെയുണ്ടാവുക. എനിവേ, അതൊക്കെ ഒരു വശം. ഈ പെണ്ണി കാണിക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത്? സത്യമായിട്ടും ഐ റിയലി ഫീൽ അയ്യേ എന്നാണ് ഫീൽ ചെയ്യണത്. ഒരു മര്യാദ, ഒരു മാനേഴ്സ് ഇല്ലാത്ത പെണ്ണ്. ഒന്നാമത്തെ കാര്യം, തൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വന്നു. കഴിഞ്ഞ കുറേ വീഡിയോസ് ഞാൻ കണ്ടിരുന്നു. കുറേ വീഡിയോസ് ഞാനൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു മിടുക്കിയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പല കോലങ്ങളും കിടന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. അതിലൊത്തൊക്കെ കമൻസ് ഒക്കെ കണ്ട മരണമാസ കമൻറ്റ്, 2 പെഗ് ഒഴിക്കട്ടെ, ഇച്ചിരി പുല്ല സോഡ ഒഴിക്കട്ടെ, ഇങ്ങനെയൊക്കെ ആയിരുന്നു. അത് മലയാളിക്ക് അത് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. ആണുങ്ങൾ ചെയ്യുമ്പോൾ കുഴപ്പമില്ല, പെണ്ണുങ്ങൾ ചെയ്യുമ്പോൾ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് നമുക്കില്ല. നമ്മുടെ സംസ്കാരം അത്രയും പുരോഗമനത്തിലേക്ക് എത്തിയിട്ടില്ല. ആണുങ്ങൾക്ക് കഴിക്കാൻ പെണ്ണുങ്ങൾക്ക് കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അച്ചടക്കം വേണ്ടത് സ്ത്രീകൾക്ക് എന്നൊരു പരിഗണനയുണ്ട്. ഇപ്പോഴതൊക്കെ മാറി. ആണ് കഴിച്ചാലും പെണ്ണ് കഴിച്ചാലും ഒരേ നിലവാരം തന്നെയാണ്. എന്ത് പറയാനെന്നാണ് പറയുക. ഇത് വിൽക്കുന്നതല്ലേ, ഇപ്പോൾ വാങ്ങി കഴിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കും. വിഷവും വിൽക്കാൻ വെച്ചിട്ടുണ്ട്, എലി വിഷവേ, അതുകൊണ്ട് നിങ്ങൾ വാങ്ങിച്ച് കഴിക്കും. ഓരോന്നിനും ഓരോ പർപ്പസ് ഉണ്ടാകും. ആ പർപ്പസായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോയി 2 വിടുന്നതിലൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതോടുകൂടി വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങണം. അല്ലാതെ അതിൻ്റെ തോന്നിവാസവും ചിലർ പറയും കള്ളു കുടിച്ചു കഴിഞ്ഞാൽ മഴ പെയ്യുന്നതാണൊക്കെ തോന്നും, അതുകൊണ്ടാണ് മുണ്ടൂരി തലയെ കെട്ടുന്നതെന്ന്. അങ്ങനെയൊക്കെ കിട്ടിയാൽ നാട്ടുകാരെടുത്തിട്ട് മേയും, അത്രയേ ഉള്ളൂ. പെണ്ണാണെന്നുള്ള പരിഗണനയൊന്നും ഇതിനകത്ത് കൊടുക്കാക്കത്തില്ല. ഹെലൻ ചെയ്തത് വളരെ വൃത്തികെട്ട ഒരു പരിപാടിയാണ്. അവൾ മദ്യപിക്കുന്നതിനെയല്ല ഞാൻ പറയുന്നത്, മദ്യപിച്ചിട്ട് ആ വണ്ടി എടുത്ത് ഓടിക്കാമെന്നുള്ള കോൺഫിഡൻസ് പോലീസുകാർ കൈ കാണിച്ചപ്പോൾ നിർത്താതെ അതും ഓടിച്ചുകൊണ്ട് പോയത്. ആ പാച്ചിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്തേനെ? ഇനി ഈ വണ്ടി പിടിക്കപ്പെട്ടു, വണ്ടിയെ അവർ എടുത്ത് ഈ വണ്ടിക്കൊരു പ്രത്യേക പോണ്ടുണ്ട്, അവൾ കൊണ്ടിടും, അവിടെ കൊണ്ടിട്ടു. അവിടുന്ന് ഇവളുടെ സ്പെഷ്യൽ റെക്കമെൻഡേഷൻ്റെ പുറത്ത് ആ വണ്ടി വിട്ട് കിട്ടി. എന്തിൻ്റെ പേരിലാണെന്ന് എനിക്കറിയത്തില്ല. അത്യാവശ്യം ഹോൾഡുള്ള ആളായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ പുറത്ത് അത് വിട്ട് കിട്ടി. അപ്പോൾ ഉടനെ എൻ്റെ വണ്ടി പിടിച്ചിട്ടില്ല, ആളുകൾ നുണയാണ് പറയണമെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ചാനലുകാരെ ചലഞ്ച് ചെയ്തു. ചാനലുകാരെന്തിനും നുണ പറയണം? അങ്ങനെ ഒരു റിപ്പോർട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയാൽ മാത്രമല്ലേ ചാനലുകാർ അതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുത്തൊരു വാർത്ത കൊടുക്കുകയുള്ളൂ. ആ വാർത്ത കള്ളമാണെന്നുള്ള പ്രചരണം ഇതൊക്കെ തന്നെയാണ്. ഇപ്പോൾ സസ്പെൻഷൻ എന്നുള്ള കാര്യം ചെയ്ത ഉടനെ പോലീസ് അവർക്ക് തന്നെ ഇൻഫർമേഷൻ കൊടുത്തത്, അവളുടെ ആ ചട്ടമ്പിത്തരത്തിന് ഒരു അടിയും കൂടെ കൊടുക്കാൻ. അപ്പോൾ എന്തായാലും ഇത് വാർത്ത വരും, എല്ലാവരും എടുക്കും, യൂട്യൂബേഴ്സൊക്കെ എടുത്ത് വെച്ചത് പറയും എന്നുള്ളത്. എന്തായാലും ഒരു കാര്യം, എൻ്റെ കൊണേശകുമാരൻ എടുക്കത്തില്ല. എൻ്റെ പ്രിയപ്പെട്ട ഡൂഡു അല്ലേ, ഡൂഡു എടുക്കത്തില്ല. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എടുക്കും, സംസാരിക്കും എന്നുള്ള ഉറപ്പ് കിട്ടിയപ്പോഴത്തേക്കാണ് പുള്ളിക്കാരത്തി സ്വയം അങ്ങോട്ട് വന്നിട്ട് ഞാൻ തന്നെ എന്നെ അങ്ങ് ട്രോൾ ചെയ്യേക്കാം എന്നുള്ള രീതിയിൽ വന്നിരുന്നു പറഞ്ഞാൽ സത്യമായിട്ട് ചീപ്പായിപ്പോയി. അത്രേ എനിക്ക് പറയാനുള്ളൂ, ചീപ്പായിപ്പോയി. അത് വളരെ കാമാൻ കോയിട്ടാ പറഞ്ഞ ഈ ക്രിറ്റിസിസം നടത്തുന്നവർക്ക് പോലും ഒരു നാറ്റ കേസാവും. മീൻസ് ആ കുട്ടി അത് ഒരു അബദ്ധം പറ്റി, ആ കാര്യം ഒന്ന് പറയുകയല്ലേ, അതിനാരും ട്രോളണ്ട എന്നൊരു ഇത് വരും. അതിനൊരു മാനേഴ്സ് ഉണ്ട് പറയാൻ. എന്ത് കണ്ടിട്ടാണ് അഹങ്കരിക്കണേന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. ഒരു മനുഷ്യൻ്റെ പതനത്തിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് അവരുടെ തലയിലേക്ക് അഹങ്കാരം കയറുമ്പോഴാണ്. നിങ്ങൾ അഹങ്കരിക്കാൻ തുടങ്ങുന്നിടത്ത് നിങ്ങൾക്ക് പ്രശ്നം വരും. ഇപ്പോൾ കേസ്, വഴക്ക്, അല്ലെങ്കിൽ കോടതി വ്യവഹാരങ്ങൾ, ഇതൊന്നും ഒരു വലിയൊരു പ്രശ്നമൊന്നുമല്ല. അതൊക്കെ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ എത്രയോ പേർക്ക് അങ്ങനെയുണ്ട്. എന്തിന് പ്രധാനമന്ത്രിക്ക് വരെ കേസുണ്ടായിരുന്നു, അതേപോലെ അമിത്ഷാക്ക് കേസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ആഭ്യന്തരമന്ത്രി ആയില്ലേ, അവർ പ്രധാനമന്ത്രി ആയില്ലേ. സോ കേസ് വരുന്നതല്ല, അതിനേക്കാൾ ഉപരി അത് നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്ന വിധത്തിലിരിക്കും. അപ്പോൾ ഒരു ബാഡ് ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ നല്ല രീതിയിൽ കുപ്രസിദ്ധി നേടാൻ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് നടക്കും എന്നുള്ളതാണ്. ഈ ന്യൂജൻ കുട്ടികൾക്ക് എന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇവർക്ക് എല്ലാം ഒരു ഇറ്റ്സ് ഓക്കേ അങ്ങനെ ഒരു ടൈമാണ്. മേ ബി ആ പ്രായത്തിൻ്റെ ആയിരിക്കാം. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കേ പക്വത വരുള്ളൂ. ഇത് പക്വതയില്ലായ്മയൊന്നുമില്ല, അത്യാവശ്യം ഏജൊക്കെ ഉണ്ട് ഈ കുട്ടിക്ക്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംസാരത്തിൻ്റെ ആവശ്യമെന്ന് മനസ്സിലാവുന്നില്ല. ആളുകളെ ഒരുമാതിരി ആക്കിക്കൊണ്ടുള്ള ഒരു ഇത്. ചമ്മൽ നല്ലോണം ഉണ്ട് മുഖത്ത്, പക്ഷേ അത് മറയ്ക്കാൻ വേണ്ടി പുള്ളിക്കാരത്തി നല്ല പാടുപെടുന്നുണ്ട്, നല്ല കഷ്ടപ്പെടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. സത്യം പറഞ്ഞാൽ ഫീലിംഗ് ഒരു ലോഡ് വേണ്ട, ഒരു 1.5 ലോഡ് പുച്ഛം എന്നേ എനിക്ക് പറയാനുള്ളൂ. നല്ലൊരു ഇൻഫ്ലുവൻസർ ആയിരുന്നു, അത്യാവശ്യം നന്നായി വിഷയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഹൽനോസ് പാട്ട.
അപ്പം ഞാനും പലപ്പോഴും എന്നെ പറ്റിയൊക്കെ അവൾ വല്ല ഡിസ്കഷനൊക്കെ വെക്കുമ്പോഴത്തേക്ക് എന്നെ തെറിക്കാണ് അവൾ കൂടുതൽ സംസാരിക്കുക. പക്ഷെ അത് പറയാനുള്ള യോഗ്യത അവൾക്ക് ഇല്ലെങ്കിൽ പോലും ചില സമയത്ത് അവളുടെ ഒരു ഇതൊക്കെ ഞാനും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല കാര്യമാണല്ലോ പറയുന്നത് ചില വിഷയങ്ങളിലൊക്കെ. പിന്നെ അതുപോലെ പലയിടങ്ങളിൽ റിയാക്ട് ചെയ്യാനുള്ള അവളുടെ ഒരു അതും എനിക്ക് നല്ല താല്പര്യമായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്ക് വെച്ച് ഒരു പ്രൊമോഷൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങൾ വന്നപ്പോൾ സ്വന്തം കൂട്ടുകാരൻ ഡൂഡു വരെ അവളെ തള്ളി പറഞ്ഞപ്പോൾ വലിയ സങ്കടത്തോടു കൂടിയൊന്നും സംസാരിച്ച കൊച്ചാണ്. പക്ഷെ ഇപ്പോൾ എന്തിൻ്റെ പേരിലാണോ എന്നറിയില്ല, അങ്ങ് തകർത്തഴിഞ്ഞാടുകയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ചെയ്ത തെറ്റിൻ്റെ ഡെപ്ത് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ട് പൊതുസമൂഹത്തോട് മാപ്പ് പറയുകയാണ് വേണ്ടത്. നിങ്ങൾ പറയണം, കാരണം യു ആർ റെസ്പോൺസിബിൾ. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇത്രയും പേരെ ഇൻഫ്ലുവൻസ് ചെയ്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും സബ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് വരുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളത് കൊണ്ടല്ലേ. നമ്മളിൽ എന്തൊക്കെയോ നന്മയുണ്ട്, ഇവരെ വീണ്ടും കേൾക്കണമെന്നൊരു ആർജവം. ശത്രുക്കൾ ഉണ്ടാവും സ്വാഭാവികം, പക്ഷെ അല്ലാതൊരു വിഭാഗം നമ്മൾ എന്തിനാണ് സബ് ചെയ്യണത്? സോ ദർ ഈസ് സംതിങ്, അവർ പറയുന്നതിൽ എന്തൊക്കെ പോയിന്റ്സ് ഉണ്ട്, അത് നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അവരോട് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇപ്പം നിങ്ങൾ ഈ കാണിക്കുന്ന പേക്കൂത്ത് കണ്ടാൽ, ഒരു ആക്സിഡൻറ്റ് ഉണ്ടാക്കിയാലോ കള്ളു കുടിച്ചാലോ പാതിരാത്രി ചുറ്റാൻ പോയാലോ ഒന്നും ഒരു കുഴപ്പമില്ല എന്ന് കാണിക്കുന്നതല്ലേ ഇന്നത്തെ നമ്മുടെ സൊസൈറ്റി. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ടെക്നോ പാർക്ക് ആൻഡ് ഓൾ, ഇതൊക്കെ എപ്പോഴും ലേറ്റ് നൈറ്റ് ഓട്ടം, പിന്നെ ഡ്രൈവിങ്ങോ അല്ലെങ്കിൽ ഡിന്നറോ ഇതൊന്നും ഇപ്പോൾ ഒരു വലിയ ട്രബിളൊന്നുമല്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റീസ് ഇല്ലാത്തൊരു ഏരിയയിലേക്ക് ഇത് ഒരു ബാഡ് മെസ്സേജാണ് കൊടുക്കുന്നത്. സോ അവരത് ചെയ്യുന്നുണ്ട്. വൈക്കാണ്ടാസ് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നൈറ്റ് ട്രാവലിൽ പോയതാണ്, നൈറ്റിൽ ഒരു പയ്യനുമായിട്ട് പോയതാണ് ബസ്സിനകത്തിട്ടിട്ടുള്ള ആ ഒരു ക്രൂരമായ സംഗതിക്ക് ഇതാകേണ്ടി വന്നത്. ഒരു പരിധി വരെ അതിനകത്ത് നമ്മൾ കുറച്ചുകൂടെ വിജിലൻ്റ് ആയിരുന്നു, അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ ഒരു ശ്രമമെങ്കിലും നടത്താമെന്ന്. അത്രയും എം ടി ആയ ഒരു ബസ്സിൽ അത് വേണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. ഡൽഹിയിൽ നടന്ന സംഭവത്തിനെ ബേസ് ചെയ്ത് പറഞ്ഞതാണ്. പക്ഷേ പൂർണ്ണമായും അവരാണ് കുറ്റക്കാരി എന്നല്ല ഞാൻ പറയുന്നത്. അത്തരം മാനസികാവസ്ഥയുള്ള ഭീകരന്മാർ നമുക്ക് ചുറ്റുമുണ്ട്, സ്വാഭാവികം. പക്ഷേ നമ്മൾ അതിലേക്ക് നമ്മളെ കൊണ്ട് ഇട്ട് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിച്ചൂടെ? ഇപ്പം വഴിയിലൊരു പൊട്ടക്കിണറുണ്ട്, നമുക്കറിയാം അതിനകത്ത് വീണാൽ നമ്മൾ ചാവും, നമ്മൾ അറിഞ്ഞുകൊണ്ട് അതിനകത്ത് ചാടുമോ? ഇല്ല. അതിനടുത്തൂടെ പോകുമ്പോഴും അതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം വരുന്നുള്ള നമ്മൾ മാറിയല്ലേ നടക്കുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞതിൻ്റെ കാര്യം. ഈ പെൺകുട്ടി പാതിരാത്രി കള്ളു കുടിച്ചു എന്ന് മാത്രമല്ല, കുടിച്ചുകൊണ്ട് വാഹനമെടുത്തു. ഈ പാതിരാത്രി പോലീസ് കാണുമ്പോൾ നടു റോട്ടിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ള കളിയാണ് അവർ കണ്ടിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം മോശപ്പെട്ട ഒരു ആറ്റിറ്റ്യൂഡാണ്. വിദേശത്തൊക്കെ ഇത് അപ്പോഴേ പിടിച്ചോണ്ട് പോകും, അപ്പോഴേ ഫൈൻ ഇടും, വേണമെങ്കിൽ നാട്ടിലേക്ക് പറഞ്ഞു വിടും. ഇമാതിരി തോന്നിയാസങ്ങളൊക്കെ കാണിച്ച വിദേശത്തൊക്കെ 3 മണിക്ക് ഇറങ്ങി നടക്കാമെന്ന് പറഞ്ഞാൽ മര്യാദയ്ക്കുള്ളവർക്ക് നടക്കാം. അവിടെ ഇതുപോലെ കള്ളും കുടിച്ചിട്ട് റോട്ടിൽ കിടന്ന് ആവാസം കാണിച്ചു കഴിഞ്ഞാൽ നല്ല പണിഷ്മെൻറ്റാണ് കിട്ടുക. ചാട്ടയടിയൊക്കെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലായതുകൊണ്ട് ഇത് ഇത്രയിൽ ഒതുങ്ങി. പക്ഷേ ഈ കാണിക്കുന്ന പോക്കൃത്തരം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതും ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോയും കൂടെ ഇട്ടിട്ട് സിസ്റ്റത്തിനെ കളിയാക്കുന്ന ഒരു രീതിയുണ്ടല്ലോ. ഹെലൻ ഒട്ടുമല്ല നല്ലതല്ല ചെയ്തത്. ഒന്നാമത്തെ കാര്യം, നമ്മളിപ്പോൾ ലൈവ് സെക്ഷൻ നടത്തുന്നവർക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ നല്ല തെറി വരും അവരുടെ വായിൽ. കാരണം അത്ര മോശപ്പെട്ട പർപ്പസ്ലി അങ്ങനത്തെ കമൻസ് കൊണ്ടിടുന്നുണ്ട് അവരെ കൊണ്ട് തെറി പറയിക്കാനായിട്ട്. അപ്പം നമ്മൾ വിജിലൻ്റ് ആവേണ്ടവർ. ഞാൻ അതാണ് ഫസ്റ്റ് തന്നെ ലൈവ് സെഷൻ കട്ട് ചെയ്തത്. സോ വീക്കിലി ഒൺസാക്കി കുറച്ചതിൻ്റെ കാരണം പേർ ഡേ അങ്ങനെ ഇടുമ്പോൾ അവർക്ക് ഉള്ള അസൂയ മൂത്തത്ത് വന്ന് നമ്മളെ കൊണ്ട് തെറി വിളിപ്പിക്കും. സോ അത് ഒരു വലിയൊരു നെഗറ്റീവ് പോയിൻ്റായിട്ട് ഹെലനും അവിടെ ഉണ്ട്. ഹെലനോസ് പാട്ടക് ഒരുപാട് കാലങ്ങൾ ലൈവ് ഇട്ടിരുന്നതാണ്. അപ്പോൾ ലൈവിൽ ഇങ്ങനെ തെറി വിളിക്കുന്നതിൽ കൂടെയാണ് ഹെലൻസ് ഫേമസ് ആയിട്ടുണ്ടായിരുന്നത്. അതൊന്ന് മാറി വന്ന് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്ന ഒരു ഇതായി വീഡിയോസിലേക്ക് മാറിയപ്പോഴാണ് ഇങ്ങനെ ഒരു ഇത് കൊണ്ടുവന്നത്. അപ്പോൾ ഏകദേശം അവർ തെറി വിളിക്കുന്നെങ്കിൽ അതിനൊരു റീസൺ ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചില്ലേ. ഹെലൻ മുഴുക്ക ചേഞ്ച് ആകേണ്ട ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. ഒന്നുകിൽ കുറച്ച് ദിവസം മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ എന്താ പറയണേ, ഇതൊക്കെ കേൾക്കാൻ നിങ്ങൾ ബാധ്യസ്ഥയാണ്. അതിന് നാട്ടുകാരെയോ അല്ലെങ്കിൽ പോലീസ് സംവിധാനത്തിനെയോ സിസ്റ്റത്തിനെയോ ഒന്നും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവരവരുടെ ഡ്യൂട്ടിയാണ് ചെയ്തിട്ടുള്ളത്, കൃത്യമായി അവർ നിർവഹിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. നിങ്ങളൊരു ബാഡ് ഇൻഫ്ലുവൻസറാണ്, റിയലി വെരി വെരി ബാഡ് ഇൻഫ്ലുവൻസർ. നിങ്ങൾ എന്ത് ന്യായം പറഞ്ഞാലും ഏത് രീതിയിലുള്ള ഇത് പറഞ്ഞാലും വെരി ബാഡ്, വെരി വെരി ബാഡ്. അതായത് ഒരു കാര്യം നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച വന്നാൽ അത് വീഴ്ച അക്സെപ്റ്റ് ചെയ്യാനുള്ള മനോഘടന ഉണ്ടാകണം. അല്ലെങ്കിൽ അത് കൃത്യമായി നിങ്ങൾക്ക് അവരിലേക്ക് ജസ്റ്റിഫൈ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റണം. ഇപ്പം ഞാൻ ചെയ്ത തെറ്റല്ല എന്നുള്ളത് നിങ്ങളുടെ ഭാഗത്തൊരു ന്യായീകരണം വേണം. എന്ത് ന്യായീകരണം നിങ്ങൾ ഇതിനകത്ത് തരും? നിങ്ങൾ കുടിച്ചില്ലേ, അതൊരു തെറ്റാണെന്ന് വെച്ചാൽ അല്ല, കള്ളു കുടിക്കുന്നവർക്ക് കള്ളു കുടിക്കാം, ആണുങ്ങൾക്ക് കുടിക്കാൻ പെണ്ണുങ്ങൾക്ക് കുടിക്കാം. പക്ഷേ നിങ്ങൾ തെറി വിളിക്കുന്നവരല്ലേ ആണ്, എന്നിട്ട് നിങ്ങൾ തെറി വിളിക്കുന്നവരെ കുറ്റം പറയുന്നില്ലേ? എന്തടിസ്ഥാനത്തിൽ? നിങ്ങളത് ചെയ്യുന്നില്ല എങ്കിൽ ഓക്കെ,
നിങ്ങളത് ചെയ്തിട്ട് പറയരുത്. ഇപ്പം ഇതിപ്പോൾ എങ്ങനെയാണെന്ന് അറിയാമോ, റെഡ് സ്ട്രീറ്റിൽ നിൽക്കുന്ന ഒരുത്തി ഒരു സാധാരണ വീട്ടമ്മ എന്തോ ഒരു അവിഹിതം എന്തോ നടത്തിയെന്ന് കുറ്റം പറയുന്നത് പോലെ വീട്ടമ്മ അവിഹിതമാണ് നടത്തിയത്, നിങ്ങൾ റെഡ് സ്ട്രീറ്റിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടേമാണ് ഇതിനകത്തുള്ളത്. കള്ളു കുടിക്കുന്നവരെ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ എന്ന് നിങ്ങൾക്ക് ക്രിറ്റിസിസം ചെയ്യാനുള്ള യാതൊരു റൈറ്റ്സും ഇല്ല. നിങ്ങളതെല്ലാം ലൂസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു, എല്ലാം നശിപ്പിച്ചിരിക്കുന്നു നിങ്ങൾ. ഇനി അതിൻ്റെ മുകളിൽ സംവിധാനത്തിനെ ചോദ്യം ചെയ്യുന്ന ഒരു കളിയുണ്ട്. സംവിധാനം നിങ്ങളെ പിടിക്കുന്നു, ആ പറയുന്ന രീതിയിൽ പണിഷ്മെൻറ്റ് തരുന്നു. പക്ഷെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ചാനലിൽ കൂടെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, എൻ്റെ വണ്ടി എൻ്റെ മുറ്റത്ത് കിടപ്പുണ്ട് എന്ന് പറയുന്നിടത്ത് നിങ്ങൾ ഫേക്ക് ന്യൂസ് പ്രചരിപ്പിക്കുന്ന ഒരു സ്ത്രീയാണെന്നുള്ളതിന് തെളിവായിട്ട് അതവിടെ നിൽക്കുകയാണ്, എക്സിസ്റ്റ് ചെയ്യണം. ആൻഡ് തേർഡ് വൺ, ഇതെല്ലാം മനസ്സിലാക്കിയാൽ നിങ്ങൾ വെറും കള്ളിയാണെന്നുള്ളത് ബോധ്യപ്പെട്ട സിസ്റ്റമാണ് നിങ്ങൾക്ക് മൂന്നാമതൊരു സംഗതി തരുന്നത്. ഏത്? സസ്പെൻഷൻ, ലൈസൻസ് സസ്പെൻഷൻ. അത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമായിരുന്നു. സസ്പെൻഷൻ ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ എല്ലാവർക്കും കിട്ടുന്നതാണ്. അത് ഓടിച്ചിരുന്ന വ്യക്തികൾ തെറ്റുകാരല്ലെന്ന് തെളിയിക്കുന്നിടം വരെ അത് സസ്പെൻഡ് ചെയ്യാനുള്ള റൈറ്റ്സ് പോലീസിനുണ്ട്. പക്ഷേ മിനിമലൈസ് ചെയ്ത് 3 മാസത്തെ സസ്പെൻഷൻ ആക്കുകയാണ് ചെയ്യുന്നത്. ദെൻ അവരൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറയും. ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് റീകണക്ട് ചെയ്ത് തരും. അപ്പോൾ അതാണ് അതിൻ്റെ സിസ്റ്റം. അത് മനസ്സിലാക്കാതെ അത് പക്ഷേ ഒരിക്കൽ വന്ന് ആ രീതിയിലൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അതൊരു ഇൻഫോർമേറ്റീവ് ഇതായതിനായിരുന്നു. അപ്പം നിങ്ങൾ നല്ലൊരു ഇൻഫ്ലുവൻസറായി മാറുമായിരുന്നു. എൻ്റെ കയ്യിൽ നിന്നൊരു മിസ്റ്റേക്ക് പറ്റി എന്ന് പറഞ്ഞിട്ട് കുറേ ന്യായീകരണവാദങ്ങൾ പറയുന്നതിനേക്കാൾ ഉപരി, അതായത് നമ്മൾ ചെയ്ത മിസ്റ്റേക്കിൽ ആ മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് നോക്കാം, നമ്മുടെ വ്യൂ പോയിന്റിൽ അത് ശരിയാണ് എന്ന് തോന്നുന്നെങ്കിൽ നമുക്ക് ന്യായീകരിക്കാം. അതർവൈസ് അതിൽ ന്യായീകരണത്തിനേ പോകരുതെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞാണ്. നിങ്ങൾ പൂർണ്ണമായും പരാജിതയായ ഒരു ഇൻഫ്ലുവൻസറാണെന്ന് ഞാൻ പറയും. നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആരെയാണ്? ചെറുപ്പക്കാർ പിള്ളേരായിരിക്കുമല്ലോ നിങ്ങളെ ഫോളോ ചെയ്ത്. പിന്നെ അടുത്ത് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് ഒത്തിരി ഇത് കിട്ടുന്നുണ്ട്, എന്താണ് പ്രൊമോഷൻസ് കിട്ടുന്നുണ്ട്. സോ ഒബ്വിയസ്ലി നുണ പറയുന്നവരെയാണ് പ്രൊമോഷൻസുകാർ ചൂസ് ചെയ്യുന്നത്. അതറിയത്തില്ലേ? സത്യം പറയുന്നവരുടെ അടുത്തേക്ക് പോകത്തില്ല. നല്ല നേർമയായി റൈറ്റ്ഫുള്ളായിട്ട് നിൽക്കുന്നവരാരും പ്രൊമോഷൻ എന്നൊരു മായാവലയത്തിൽ പോയി ചാടത്തില്ല. ബിക്കോസ് ദേ നോ ദാറ്റ്. അവർക്കറിയാം ഇത് നമ്മൾ പൊതുസമൂഹത്തെ പറ്റിക്കുന്നതാണെന്ന്. ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ കള്ളികളായിരിക്കും. ഇപ്പോൾ ലെക്സ് സോപ്പിൻ്റെ പരസ്യം നിങ്ങൾ കണ്ടിട്ടുണ്ട്. എത്ര ആക്ടേഴ്സ് അത് ഉപയോഗിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഷവർ ജെല്ലൊക്കെ ഇപ്പോഴാണ് വന്നത്, മുമ്പേ ഷവർ ജെൽ ഉപയോഗിക്കുന്നവരായിരിക്കും അവരൊക്കെ. പക്ഷെ അവർ പരസ്യം കൊടുക്കുന്നതിന് ലെക്സ് സോപ്പിനാണ്. മിക്ക നടിമാരും ലെക്സ് സോപ്പ് ഉപയോഗിക്കുന്നതാണ്. ഏറ്റവും സ്കിൻ ഡ്രൈ ചെയ്യുന്ന ഒരു സോപ്പാണത്. എനിക്ക് ഉറപ്പായ കാര്യമാണ്, ഒരു നടിമാർക്കും അത് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല, ലെക്സ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത്ര ഡ്രൈനസ് ആക്കുന്ന ഒരു ഇതാണ്. അതേപോലെ ഡവ് സോപ്പ് എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട്? അതിനെപ്പറ്റി എത്ര പ്രൊമോഷൻ വരുന്നുണ്ട്? അതിൻ്റെ പ്രൊമോഷൻ്റെ ആവശ്യമേ ഡൗനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറയുന്നതല്ല, അതാണ് വാസ്തവം. അപ്പം ഏറ്റവും കള്ളം പറയുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ കിട്ടുന്നത്. ഗ്ലാമി ഗംഗ ലോക നുണച്ചിയാണ്, അതുകൊണ്ടാണ് അത്രയും പ്രൊമോഷൻ. ഈ മാസം ഒരു ക്രീം ഉപയോഗിക്കുന്നു, അടുത്ത മാസം മറ്റൊരു ക്രീം ഉപയോഗിക്കുന്നു, അതിൻ്റെ തൊട്ടടുത്ത ആഴ്ച വേറൊന്ന് ഉപയോഗിക്കുന്നു. സോ പ്രൊമോഷൻസ് ആണ് അവളുടെ കൺസേൺ. അത് കാണാൻ വ്യൂ ഉള്ളത് കൊണ്ടാണ് ആളുകൾ പ്രൊമോഷൻസ് കൊടുക്കുന്നത്. ഇപ്പം നീ നെഗറ്റീവ് ഇതിൽ കൂടെ കുറച്ച് വ്യൂ കിട്ടിയെന്ന് പറഞ്ഞ് നീ പറയുന്ന സാധനങ്ങൾക്ക് സെല്ലുണ്ടാകും എന്ന് തെറ്റിദ്ധരിച്ച് നിന്നെ അപ്രോച്ച് ചെയ്യുന്ന ആ പ്രോഡക്ട്സ് ലോകത്തിൽ വെച്ച് ഏറ്റവും വേഴ്സ്റ്റ് പ്രോഡക്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഹെലൻ ഏതൊക്കെ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ അതൊക്കെ വേഴ്സ്റ്റ് പ്രോഡക്റ്റ് ആയിരിക്കും. അവർക്ക് അത് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കളരിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതും അവൾ പറയാതെ പറഞ്ഞു വെച്ചു. മൊത്തത്തിൽ കള്ളുകുടിച്ചിയായ, സാമൂഹ്യ വിരുദ്ധയായ, ലോക നുണച്ചിയായ നീ ഇരുന്നു കൊണ്ട് താളം ചവിട്ടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയാം. താങ്ക് യു.